എന്താണ് ഇവിടെ കയറിയിരിക്കുന്നത്? ഞാൻ എത്ര നേരം വിളിക്കണ? എന്തിട്ട് മാറിയിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, നമുക്കൊരു വാടക വീട്ടിലേക്ക് പോകാം. എന്ത് പറ്റിയത്? എല്ലാ പെണ്ണുങ്ങളെ പോലെ തന്നെ വീട് രണ്ടാക്കി ഇവിടെ മാറണം എന്നുള്ള ചിന്തയാണോ നിനക്ക്? അതുകൊണ്ടല്ല, ഞാനും അമ്മയും തമ്മില് ചേർന്ന് പോകില്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റാണ്. ഇന്നും അതെ, നമ്മളെ വായലിരിക്കണ മൊത്തം കേട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത്. അമ്മക്കെല്ലാം ഇഷ്ടമല്ല. അമ്മക്കാണ് അത് നിനക്കാണ്? എന്തൊക്കെയാണ് കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നത്? ചേട്ടന്റെ സ്വന്തം അച്ഛനെയും അമ്മനെയും എന്റെയും സ്വന്തം അച്ഛനമ്മനെ പോലെ കണ്ടോളാം, അനിയത്തിനെ സ്വന്തം അനിയത്തിനെ പോലെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ ആളാണല്ല. ഇത് എന്തു പറ്റി? കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോ തന്നെ എല്ലാം മാറിയ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നപ്പ ഇവിടുത്തെ അമ്മനെ ഞാൻ എന്റെ സ്വന്തം അമ്മയിട്ടാണ് കണ്ടത്. അതേപോലെ തന്നെ അച്ഛനെ ഞാൻ എന്റെ സ്വന്തം അച്ഛനെ പോലെ, ചേട്ടന്റെ പെങ്ങളെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് കണ്ടത്. അവളെ സ്നേഹിക്കണേക്കാളും ഇരട്ടിയായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ ഇവരെ ആരും തിരിച്ചെന്നെ സ്നേഹിക്കുന്നില്ല. അമ്മ തന്നെ വന്ന അന്ന് മുതൽ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങിയാണ്. ഞാൻ എന്ത് ചെയ്താലും അതിലൊക്കെ കുറ്റം. എന്തിന്? എന്റെ സ്വന്തം വീട്ടിലേക്ക് 2 കാന്താരിമുളക് പറിച്ചപ്പോഴില്ലേ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ? നിനക്ക് നിന്റെ വീട്ടിലേക്ക് വന്നവര് നിന്റെ അച്ഛന് കാശ് കൊടുത്ത് മേടിക്കാൻ പറയാം. അമ്മ വരുമ്പോ ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതിന് ആർക്കും ഒരു കുഴപ്പമില്ല, അത് അവളുടെ സ്വന്തം വീടാണെന്ന്, ഇത് എന്റെ വീടല്ലാന്ന്. അങ്ങനെയാണ് അമ്മ എന്റെ അടുത്ത് പറഞ്ഞത്. ചേട്ടനറിയോ, അച്ഛനും അതെ എന്നെ കണ്ണിന് നേരെ കണ്ടൂടാ. ഞാനിവിടെ TV വെക്കേ എന്ത് ചെയ്താലും അച്ഛൻ അപ്പൊ തന്നെ വന്ന് അതെടുത്ത് മാറ്റും. പക്ഷേ അമ്മ ഇവിടെ വന്നാല് അവർക്ക് ഇഷ്ടമുള്ളത് വെക്കാം, എങ്ങനെയാണെങ്കിലും കാണാം, അതിനൊക്കെ ഒരു കുഴപ്പമില്ല. ഓരോ മാസം അമ്മന് എന്തൊക്കെ മേടിച്ചു കൊടുക്കണമെന്നറിയോ? എനിക്ക് എന്തെങ്കിലും വേണമെന്നാ എന്തെങ്കിലും ഒന്ന് മേടിച്ചു തരേ ഒന്നും ഇത്രയും നാളായിട്ടും അച്ഛൻ ചെയ്തിട്ടില്ല. ഞാൻ അവരെ എങ്ങനെയൊക്കെ അച്ഛനും അമ്മയായിട്ട് കണ്ടാലും അവരെല്ലാം അങ്ങനെ കാണൂല. അവർക്കാകെ ഓരോരു മോളുള്ളൂ, അത് അവരുടെ അമ്മയാണ്. അല്ല, നീ വിചാരിച്ച മാറ്റിയെടുക്കാൻ പറ്റൂലേ? ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും മാറൂല. ഞാൻ ഒരാൾ വിചാരിച്ചിട്ടേ കാര്യമില്ല. ഈ വീട്ടിലുള്ളവരും കൂടി വിചാരിക്കണം, എന്നാലേ ആ വീടൊരു സ്വർഗവുള്ളൂ. ഇനി ഇവിടെ നിന്നാല് ഞാനും അമ്മയും തമ്മില് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി വെറുതെ സ്വരച്ചേർച്ചിട്ടാം. അതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. ചേട്ടനൊന്ന് ആലോചിച്ചു നോക്ക്. അതെ, ഇവിടെ ഈ ഭാര്യ പറഞ്ഞതല്ലേ ശരി. വീട്ടിൽ വന്നു കയറുന്ന പെണ്ണ് മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുണ്ടാകണമെങ്കിൽ ആ വീട്ടിലുള്ളവർ കൂടി വിചാരിക്കണം.